ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുധീഷ് നിധിനെ വാടക വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്തായാലും വീട്ടിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവൻ ഓരോന്ന് സൂത്രങ്ങൾ ഒപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മുന്നേ നമ്മുടെ നികേഷ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ ഏടത്തിയമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട് അവർ രണ്ടാളും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിച്ച ദിവസം മുതൽ ഏട്ടൻ നമ്മുടെ ഒപ്പമാണ് കിടക്കണത്. എന്ത് ബന്ധമാണ് അവർ തമ്മിൽ ശരിക്കും പ്രേമാണ്, എനിക്ക് എന്തോ ഇതിലൊക്കെ ഒരു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് സത്യങ്ങളൊക്കെ പറയാൻ പുറപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ നിധി വാടക വീട്ടിലേക്ക് പോയിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സുധീഷ് നിധിയും കയറി വരുന്നുണ്ട്. എന്തായാലും സുഭാഷ് അത് പറയാതെ അപ്പം തന്നെ ഉണ്ടാതിരിക്കുന്നുണ്ട്. അവർ ഹണിമൂൺ ട്രിപ്പ് പോയതാണ്, ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോയതാണ്, അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അന്നെ ഓർത്ത് ഞങ്ങൾ തിരിച്ചു പോന്നതാണെന്നൊക്കെ സുധീഷ് വീണ്ടും ഓരോ നുണകൾ തട്ടി വിടുന്നുണ്ട്. എന്തായാലും രാത്രി ആവുന്ന സമയത്ത് എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ വന്ന് പറയുന്നത്, നീ എന്താടാ നിധിയിലൊപ്പം കിടക്കാതെ ഇവിടെ ഉമ്മർത്ത് വന്ന് കിടക്കണം, നടക്കുക, നീ അവിടെ പോയിട്ട് നിധിരൊപ്പം കിടക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിനെ വലിച്ചു കൊണ്ടായിട്ട് റൂമിലേക്ക് ആക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു പെണ്ണ് ഒളിച്ചോടി എന്നുള്ള പേര് ദോഷമുണ്ട്, നീ ഇവനും കൂടി ആ പേര് ദോഷം വേണ്ടാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരനെ പോയ ശേഷം നമ്മുടെ സുധീഷിനെ പുറത്തന്നെ കൊണ്ടുവന്ന് കടത്തുന്നുണ്ട് നമ്മുടെ സുഭാഷേട്ടൻ. നിധിക്കാണെങ്കിൽ വലിയ ആശ്വാസം ആവണുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ ഭാസ്കരനെ കുറേ മര്യാദയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിധി സിഗരറ്റ് ഒന്നും ഇവിടെ അകത്ത് വലിക്കാൻ പാടില്ല, പുറത്ത് കുറേ ദൂരെ പോയിട്ടാണ് വലിക്കാൻ പാടുള്ളൂ, കാരണം അത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ ആരോഗ്യത്തിനും പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ നികേഷ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധീനെ കോളേജിലേക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറേ മുന്നിൽ പോണ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.